ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മരിയ. ഞാൻ UAE-യിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു സക്സസ്ഫുൾ ലൈഫിന് ആവശ്യമായ ചില ചിന്തകളാണ്. ഈ ചിന്തകളെല്ലാം തന്നെ റിലേറ്റഡ് ടു മൈ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും, എല്ലാവരുമല്ല, വളരെ കുറച്ച് പേരെങ്കിലും അവനവനെക്കുറിച്ച് മതിപ്പ് കുറവുള്ളവരായിരിക്കും. എനിക്ക് ഒരു കഴിവുമില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എനിക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല, ഇങ്ങനെ നീണ്ടുപോകും. ബട്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ നല്ലൊരു ഭാഗവും ഇങ്ങനെ ചിന്തിച്ച് പാഴാക്കി കളയേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനത്തെ നെഗറ്റീവ് തിങ്കിങ് നിർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാകുക. ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക എന്നതാണ്. അതിനല്പം സമയം കണ്ടെത്തിക്കോളൂ. 1 മണിക്കൂർ, 2 മണിക്കൂർ, അല്ലെങ്കിൽ വേണ്ട, ഒരു ദിവസം സമയം മൊത്തം എടുത്തോളൂ. എന്നിട്ട് സ്വന്തമായി ശരിക്കും ഒന്ന് മനസ്സിലാക്കുക അവനവനെ തന്നെ. എൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, എൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, ഞാൻ പലപ്പോഴും സക്സസ് ആവാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്, എനിക്ക് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ഞാൻ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ കോൺഫിഡൻസ് കുറവാണോ, അതോ ലാംഗ്വേജ് ഫ്ലുവൻസിയുടെ പ്രശ്നമോ, അതോ എൻ്റെ ഡ്രസ്സിങ് ആണോ പ്രശ്നം? ഇങ്ങനെ ഓരോരോ ചോദ്യവും ചോദിച്ച് അതിനുള്ള ഉത്തരവും കണ്ടെത്താൻ ശ്രമിക്കുക. ഉത്തരം കണ്ടെത്തി അത് പരിഹരിക്കാൻ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ അതിനായി ആദ്യം ഒരു ബുക്ക് എടുക്കുക. ബുക്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതുക. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എഴുതിക്കോളൂ. അതിനുശേഷം പോസിറ്റീവിനെ ഒന്ന് പോളിഷ് ചെയ്യാനെടുക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ഒന്ന് ചിന്തിക്കുക. അതിനുശേഷം ഓരോ പോസിറ്റീവിന് നേരെയും ആരോ മാർക്കിട്ട് സബ് പോയിൻ്റായി നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് എൻ്റെ ഈ പോസിറ്റീവിനെ പോളിഷ് ചെയ്തെടുക്കാൻ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അങ്ങനെ ഓരോ പോസിറ്റീവിന് നേരെയും നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ പതുക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. നിങ്ങളുടെ പോസിറ്റീവിനെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായി കാണപ്പെടും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ ചിന്തയുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. സോ see you soon in the next video. Bye.